അപ്പോൾ നമ്മൾ ഈ സൂഫി എന്ന് വാക്ക് പറയുന്ന സമയത്ത് പൊതുധാരയിലൊക്കെ ഇങ്ങനത്തെ പ്രചരണം ശക്തമായി നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിൽ മുഴുവനും എല്ലാവരും സൂചിപ്പിക്കേണ്ട കാലമാണ് എന്നെനിക്കിന്ന് വരുമ്പോൾ തോന്നിയത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇവർക്ക് ഈ പറയുന്ന വിഷയത്തിൽ, അവതരിപ്പിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവർ എഴുതി കൂട്ടിയത് മൊത്തമെടുത്ത് കത്തിച്ചു കളയും. അവർ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ വലിയ എന്ത് നൽകിയിട്ടുണ്ടായിരുന്നില്ല, വലിയൊരു പ്രാധാന്യമൊന്നും നൽകാതെ ജീവിച്ച മനുഷ്യന്മാരായിരുന്നു. അങ്ങനത്തെ ആളുകളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി പിൻഗാമികളായി വന്ന ആളുകൾ പിന്നീട് എന്താക്കിയിട്ടുണ്ട്, ഈ സൂഫി എന്നുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ജദുബിൻ്റെ ഹാലിലേക്ക് എത്തി നിൽക്കാറില്ലാതെ, നോമ്പില്ലാതെ, സക്കാത്ത് കൊടുക്കാതെ, ഭാര്യനെ സോപ്പ് ചോദിച്ചതിൻ്റെ പേരിൽ തൊലാക്കലിന് അവസ്ഥയ്ക്ക് എത്തിയ സൂഫികളല്ല അത്. സമസ്ത ഇപ്പം ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒരു ഇതേപോലെ ഉള്ള കുറച്ച് മാറ്റങ്ങൾ അവരുടെ വാക്കുകളിലും പ്രസംഗങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്. അതായത് സൂഫിസവുമായി ബന്ധപ്പെട്ട്, ഷിയായിസവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇരു സമസ്തകളുടെയും ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. സമസ്ത പുരോഹിതന്മാർ ഇതുപോലെ ഇങ്ങനെ ഒരു മൊയ്പ്പാമ്പിനെ പിടിച്ച പോലെ ഇങ്ങനെ വഴുക്കി പോകാൻ, ഊരിപ്പോകാൻ ശ്രമിക്കുന്നതിൻ്റെ പുതിയ പുതിയ ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ഉദാഹരണം, ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം. ഈ ആള് പറയുന്നത് അതാണ് എൻ്റെ വിഷയം. സൂഫികൾ ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. കണ്ടോ, അവർക്കൊരു പ്രത്യേക താളമുണ്ട്, ഒരു പ്രത്യേക മ്യൂസിക് സിസ്റ്റമുണ്ട്, സംഗീതങ്ങളുണ്ട്. അവർക്ക് ദൈവം സൃഷ്ടി എന്ന രണ്ട് രൂപത്തിൽ അവരതിനെ കാണുന്നില്ല. അദ്വൈതവാദക്കാരാണ്. അവരെല്ലാം ഒന്നാണ്. കണ്ട, അതുകൊണ്ട് തന്നെ ചില വിഭാഗക്കാർക്ക് അവരോട് വിഷമമുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ കേൾവിക്കാർ പൊതുവെ കരുതും ശരിയാണ്, സൂഫികൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ സൂഫി എന്ന് വാക്ക് പറയുന്ന സമയത്ത് പൊതുധാരയിലൊക്കെ ഇങ്ങനത്തെ പ്രചരണം ശക്തമായി നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിൽ മുഴുവനും എല്ലാവരും സൂചിപ്പിക്കേണ്ട കാലമാണ് എന്നെനിക്കിന്ന് വരുമ്പോൾ തോന്നിയത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. മാഷാ അല്ലാഹ്, നല്ല ഭാഷാശുദ്ധിയാണ്, നല്ല ശൈലിയാണ്. പക്ഷെ മൂപ്പര് പറഞ്ഞ കാര്യങ്ങളെ പിന്നെ ഇത് ശരിക്കും മൂപ്പര് പറഞ്ഞല്ലോ, ഇങ്ങനെ സൂഫികളുടെ പ്രശ്നവും പാട്ടും സംഗതികളൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ അതിൻ്റെ ബാക്കിയായിട്ട് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരാണല്ലോ ഇതിനൊക്കെ ഒരു തടയിട്ടുകൊണ്ട് സമൂഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉള്ള ആളുകളാണല്ലോ. ഇവർ ഇത്ര കാലം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോഴാണ് എന്തോ ഒരു പുതിയ വഹി ലഭിച്ച പോലെ എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സമസ്തക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മുസ്തസ്ലായി? യഥാർത്ഥത്തിൽ ഈ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന പാമ്പ് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും അതിന് മാത്രം ഒതുക്കാൻ പറ്റൂല സമസ്തയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ. പാമ്പിൻ്റെ ഒരു പ്രകൃതി ഉണ്ട്, എല്ലാ പാമ്പിൻ്റെ പ്രകൃതിയാണ്. അതിൻ്റെ വള ഊരിങ്ങാണ്ട് എന്ത് ചെയ്യും, അത് കൂടുതൽ പരക്കാനും വ്യാപിക്കാനും അതിൻ്റെ ശാരീരിക വളർച്ചക്കൊക്കെ വേണ്ടി അത് പോകുന്നതാണ്. അപ്പോൾ സമസ്ത 100 വർഷത്തിലേക്ക് അടുത്തപ്പോൾ പോലും വിചാരിച്ച് നമ്മളിനി ഇവിടെ നിൽക്കൂല, ഇനി ഇതിങ്ങനെ വീർത്ത് വീർത്ത് വരുമെന്ന് കരുതിയപ്പോൾ അവർ അറിയാതെ അവരെ ബാധിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ നേതാക്കന്മാർ സമസ്ത വളർന്നു എന്നും കരുതുന്നു, പക്ഷേ അടിയുന്നതിങ്ങനെ തകർന്ന് പോക്കും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ചില മുസ്ലിയാക്കന്മാർക്കൊരു ബോധോദയം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കണം. ചില പ്രയോഗങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി വേറൊരു ശൈലിയിൽ പറയണം. അത് പല മുസ്ലിയാക്കന്മാർ, പ്രത്യേകിച്ച് പേരോട് മുസ്ലിയാർ, അതേപോലെ തന്നെ അലവി സഖാഫി പോലെയുള്ള പലരും, ചില ആളുകളും മിണ്ടുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ സമസ്തയിൽ ഇപ്പോൾ ഇങ്ങനെ വല്ലാതെ ഉരുണ്ടുകൂടി വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ സഖാഫി, ഈ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയിലൂടെ ആളുകളെങ്ങനെ സുഖിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ പറഞ്ഞല്ലോ, എനിക്ക് പ്രസംഗത്തിൽ പറയണം തോന്നി. പ്രസംഗത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, ഇത് മൊത്തത്തിൽ മുഷാവറ കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല ഡെറ്റോളൊക്കെ ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ എന്നോ അതിൽ വിട്ടു പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കേട്ട വിഷയത്തെ നമ്മൾ ഇവിടെ എടുക്കുന്നത്, അഥവാ സമസ്തയുടെ സ്ഥാപിതം, അതായത് സമസ്ത സ്ഥാപിക്കപ്പെട്ടത്, അതേപോലെ തന്നെ സമസ്ത വളർന്നു വന്നത്, സമസ്ത ഇപ്പം നിലനിൽക്കുന്നത്, സമസ്തയുടെ ഇതുവരെയുള്ള പാരമ്പര്യം അത് എവിടെയാണ് എത്തിച്ചേരുക എന്നൊക്കെ നോക്കിയാൽ ഒറ്റ വാക്കേ അതിനുള്ളൂ. അഥവാ ഷിയാ, സൂഫി, ബറേൽവി, ഈ 3 കണ്ണികളിലേക്ക് സമസ്ത എത്തുന്നു എന്നല്ലാതെ വേറൊരു മറുപടിയില്ല. അഹ്ലുസുന്നയിലേക്ക് സമസ്തയെ ചേർത്ത് വെക്കാൻ ഒരു മേഖലയിലും വഴി കാണുന്നില്ല. അത്രത്തോളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സംഗതിയാണ്, ഒരു സംഘമാണ് സമസ്ത എന്ന് പറഞ്ഞാൽ. എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ ചർച്ചക്കെടുത്താണ്. ഇപ്പോൾ ഇവിടെ ഈ തസവുഫുമായി ബന്ധപ്പെട്ട്, തസവുഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഷിയായിസത്തെ ഒന്ന്
പിന്നെ ആളുകളിലേക്ക് ഒരു മയപ്പെടുത്തിയ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി ഷിയാക്കൾ ഉണ്ടാക്കിയ അവരുടെ സന്തതിയാണ് ആര്? ഒരു ജനകീയ അതെ, തസവുഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ അവർക്ക് പല സാങ്കേതിക പദങ്ങളുണ്ട്. അതായത് ഒരാൾ തസവുഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ഉയർന്നങ്ങനെ പോവുകയാണ്. പോയി അവസാനം അയാൾ ഫനാഹ് പ്രാപിക്കുന്നതാണ്. ഫനാഹ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ സൂഫി ആയപ്പോൾ ലക്ഷ്യം, ആ ലക്ഷ്യം അയാൾ എത്തിപ്പിടിച്ചു എന്നാണ്. അയാളെ മക്സദ്, അയാളെ മുറാദ് എന്തായിരുന്നു? അള്ളാഹുമായിട്ട് ലയിക്കണം എന്നാണ്. അപ്പോൾ ആ ലയനത്തിലേക്ക് അയാൾ എത്തലാണ് ഈ ഫനാഹ്. അതുപോലെ ജദുബിൻ്റെ പിരാന്തിൻ്റെ ഹാലെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പിന്നെ നിസ്കാരം നോമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണല്ലോ ഇവരുടെ ഔലിയാക്കളുടെ പ്രഥമ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണത്തിന്റെ ഭാഗത്ത് പ്രത്യേകം പറയണ്ടത് നിസ്കരിക്കാത്ത നോമ്പ്. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു സൂഫി ഉണ്ടാവും എന്നുള്ള അങ്ങനെ പറയണത്. ഇപ്പം ഇതിൽ നമ്മൾ രണ്ടാളുകൾ എടുക്കണം. ഒന്ന്, ഈ ചിന്താഗതി പിന്നെ ഉണ്ടാക്കിയവരാണ് ഒന്ന് ഹല്ലാജും അതുപോലെ തന്നെ ഇബ്നു അറബിയും. ഈ ഹല്ലാജിനെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രധാന വിഭാഗമാണ് സമസ്ത. വേറെ ആർക്കും ഹല്ലാജിന് ആവശ്യമില്ല. കാരണം ഹല്ലാജ് അഹ്ലുസുന്നൻ്റെ ആരുമല്ല, അഹ്ലുസുന്നൻ്റെ ആരുമല്ല ഹല്ലാജ്. മുഹദ്ദിസ് അല്ല, ഫഖീ അല്ല, ഒന്നുമല്ല. അപ്പോൾ ഹല്ലാജിന് സംരക്ഷണം കൊടുക്കുന്ന ആരെ സമസ്ത. ഇബ്നു അറബിയെ വലിയ ആളായി കൊണ്ടു നടക്കുന്ന ആരെ സമസ്ത. അപ്പോൾ ഇത് അകമ്പുരുൾ സംഹിത വസന്തം തസവുഫ് പതിപ്പാണ്. ഇത് സമസ്തക്ക് തള്ളാൻ പറ്റൂല. കാരണം സമസ്തൻ്റെ പിന്നെ മുഖ്യധാരയിലുള്ള പലരും ഇതിലെന്താണ് ഈ സംഗതി തയ്യാറാക്കിയ ആളുകളാണ്. ഇതിൽ ഇബ്നു അറബിയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇബ്നു അറബി സൂഫി ലോകത്തെ മെറ്റാഫിസിഷ്യൻ എന്നാണ്. ഞാനപ്പുറമൊന്നും വേണ്ടല്ലോ. കാരണം എന്തുകൊണ്ടും എല്ലാം തികഞ്ഞ ഒരാളായിട്ട് ഇബ്നു അറബിയെ കൊണ്ടു നടക്കുകയാണ്. ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിൻ്റെ ധാരയിൽ നിർത്താൻ പറ്റൂല. അത്രത്തോളം ഈ അവതാര അദ്വൈതവാദത്തെ ഉണ്ടാക്കി പ്രചരിപ്പിച്ച ആളാണ് ആര്? അപ്പോൾ ഇവിടെ ഇയാൾ പ്രസംഗത്തിൽ ഇപ്പോൾ വിമർശിക്കാൻ പിന്നെ ഊന്നൽ കൊടുത്ത വിഷയം എന്താ വെച്ചാൽ, പിന്നെ എന്താണ് അള്ളാഹുവിലേക്ക് ലയിച്ചിട്ട് പിന്നെ പലതും തുള്ളിച്ചാടി പിന്നെ അള്ളാഹു അടിമ എന്ന വ്യത്യാസമല്ല, അങ്ങനത്തെ തസവുഫിനോടെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് എന്നാണ് അയാൾ പറയണത്. ആരാ കൊണ്ടുനടക്കുന്നത്? സമസ്ത തന്നെയാണ്, വേറെ ആരുമല്ല. ഇത് നമ്മൾ വെറുതെ ഇവരെ മേൽ അടിച്ചേൽപ്പിച്ച് ഇപ്പോൾ പിന്നെ പറഞ്ഞു പോകുന്ന ഒന്നല്ല. ഇങ്ങനെ വാക്കിലൂടെ പലതും പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ആശയത്തിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കൽ ഒരിക്കലും ശരിയല്ല. ഇവർക്ക് ഈ പറയുന്ന വിഷയത്തിൽ, അവതരിപ്പിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവർ എഴുതി കൂട്ടിയത് മൊത്തമെടുത്ത് കത്തിച്ച് കളയണം. ഇവരെ ഈ പിഴച്ച ആശയത്തെ ഇവർ പ്രമാണങ്ങൾ കൊണ്ട് തിരുത്തി എഴുതിയേ മതിയാകും, അല്ല പറ്റില്ല. ഇപ്പോൾ മൂപ്പരാ പറഞ്ഞ വിഷയം തന്നെ നമുക്ക് എടുക്കാം. ഇതടുത്തത് സൂഫിസം, ദിവ്യാനുരാഗത്തിൻ്റെ പരമാനന്ദം. ഇത് അൽ മുനീർ എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി വ്യവസ്ഥാപിതമായി ഇറക്കിക്കൊണ്ടിരിക്കുന്ന പരമ്പരയിൽപ്പെട്ട ഒന്നാണ് ഈ എഡിഷൻ അൽ മുനീറിൽപ്പെട്ട സൂഫിസത്തിന് മാത്രം. ഇതിൽ അവരുടെ പിന്നെ 270 പേജിൽ കാണാം, ഇതുപോലെ അള്ളാഹുവിൽ ലയിച്ച് ചേരുമ്പോൾ ചില സൂഫികൾക്കുണ്ടാകുന്ന വിഭ്രമാവസ്ഥയാണ് വഹദത്തുൽ വജൂദ്. അതാ ചാടിക്കളി എന്ന് പറഞ്ഞത്. ആകെ മത്ത് പോയി, മത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു? ബോധം പോയി. പിന്നെ എന്തൊക്കെ ഹാ ഹൂ എന്നൊക്കെ വിളിച്ച് ചാടിക്കളികളാണ് പിന്നെ ഉള്ളത്. എന്നിട്ട് പറയാണ് എന്താണ്, ഈ അവസ്ഥയിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ബോധമുണ്ടാവുകയുള്ളൂ. ആ ബോധം ചിലപ്പോൾ അവർ വിളിച്ചു പറഞ്ഞെന്ന് വരും. അനൽ ഹക്ക് ഉണ്ടോ, ഞാനാൾ അള്ളാഹ് എന്ന് വിളിച്ചു പറയും. സി എം മടവൂര് അനല്ലാ എന്ന് പറഞ്ഞു, അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു. ഇതാണ് ഈ വിശ്വാസം ഇവിടെ ഇവർ ഇന്നും വെച്ച് പുലർത്തുകയാണ്. ഇത് വായിച്ച എത്ര ആളുകളുണ്ടാവും? പിന്നെ എന്നിട്ട് തീർന്നില്ല, എന്നിട്ട് പറയാണ് പോലുള്ള വാക്യങ്ങൾ ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഫനാ എന്നാണ് തസവൂഫിൽ ഇതിന് പറയുന്ന മറ്റൊരു ഭാഷ്യം. അപ്പോൾ അള്ളാഹുവിലേക്ക് ലയിച്ചാൽ പിന്നെ അയാൾ ഞാനും അള്ളയാണ് എന്നിടത്തേക്കെത്തി. ഈ അവസ്ഥയെയാണ് ഒരു പേർഷ്യൻ സൂഫി ഇങ്ങനെ വിശദീകരിച്ച്, ഈ വരി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ അറിയോ? മൻ തൂ ശുദ്ധം തൂ മൻ ശുദ്ധി, മൻ തൻ ശുദ്ധം തൂ ജാൻ ശുദ്ധി, താ കസ് ന ഗോയത് ബാദ് അസീൻ മൻ ദീഗ്രം തൂ ദീഗരി എന്നാണ് അർത്ഥം പോലെ കൊടുത്തോണ്ട്. എന്താണ്? ഞാൻ നീയാണ്, നീ ഞാനുമാണ്. ഞാൻ ശരീരമാണ്, നീ അതിലെ ആത്മാവാണ്. ഞാനും നീയും വേറെ എന്ന് പറയാനാകാത്ത വിധം ഒന്നിച്ചിരിക്കുന്നു. എന്താ വേണ്ടു? അപ്പോൾ വഹദത്തുൽ വുജൂദും അതുപോലെ തന്നെ അവതാരവാദവും ഇവിടെ പച്ചയായി എഴുതി ഇതാണ് ഞങ്ങളുടെ ആശയം എന്ന് പറഞ്ഞ് പോകുന്നവരാണ് സമസ്തപ്പെടും. എന്നിട്ട് പറയാ ഇത് കുറച്ച് അധികമായി പോയിട്ടുണ്ട്, പ്രശ്നമായിട്ടുണ്ട്. ഇത് നമ്മളെത്ര കാലമായി ഇത് പറയുന്നു, പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയുന്നു. ഇനി
ഇത് ഒരു ഫൈസി സൂഫിസം എന്ന ഒരു സൂഫിൻ്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. ഇതിൽ സൂഫികളുടെ സരസ്സുകളിൽ ദിക്ർ എന്ന നിലയിൽ ഉരുവിടാറുള്ള വാക്യമാണ് ലാ മൗജൂദ ഇല്ലല്ലാ. ഇത് വഹദത്തുൽ വുജൂദി എന്ന പ്രമേയം അവതരിപ്പിക്കലാണ്. അള്ളാഹു അല്ലാത്തതൊന്നും ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാരണം യഥാർത്ഥ ഉണ്മ എന്നാൽ നാശമില്ലാത്ത ഉണ്മയാണല്ലോ, പരാശ്രയമില്ലാത്ത ഉണ്മയാണല്ലോ. അത് അള്ളാഹുവിന് മാത്രം. ഈ അവബോധത്തെ മുദ്രാവാക്യമാക്കി തുരുതുരാ ഉരുവിടുകയാണ് റാത്തീബ് സരസ്സുകളിൽ. അപ്പോൾ റാത്തീബ് സരസ് എവിടെ ഉണ്ടായാലും ഇവരെ പള്ളികളിൽ തന്നെ. അതിന് നേതൃത്വരാണ് ഈ സഖാഫിയെ പോലത്തെ ഫൈസിമാരെ പോലത്തെ ആളുകളാണ്, നമ്മളാരും അല്ലല്ലോ. എന്നിട്ട് പറയാണ് ലാ മൗജൂദ ഇല്ലല്ലാ. ഈ വാക്യം ഉരുവിട്ടുകാണ്ട് ഒരു ചാടിക്കളിക്കും. അപ്പോൾ ഇത് ഒരിക്കലും പിന്നെ ആരെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെടല്ല വേണ്ടത്. ആ തെറ്റിനെ അവരെന്ത് ചെയ്യണം, കാര്യമായി എടുത്ത് തിരുത്തണം. ഇത് പിന്നെ ആത്മവിദ്യാ രഹസ്യങ്ങൾ കുറച്ച് പുസ്തകം വായിക്കണം. എന്തിനാ വെച്ചാൽ ഇത് വെറും വാക്കുമ്പോൾ ഒതുക്കേണ്ട സംഗതിയല്ല. ഇത് കുറച്ച് പണിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർ നന്നായി സമയം കണ്ടെത്തി തിരുത്തി പോകേണ്ട സംഗതി തന്നെയാണ്. ഇത് വിവർത്തനം ചെയ്തത് ഇവരുടെ മുഖ്യ ആളാണ്, സാഹിത്യ തറവാട്ടിലെ കാവലാൾ KVM പന്താവൂരാണ് വിവർത്തനം ചെയ്തത്. എന്നിട്ട് പറയാണ്, പ്രപഞ്ചമാകെ അവൻ്റെ ചൈതന്യ പ്രകടനം മാത്രം. ഈ അവസ്ഥ പ്രാപിച്ച സമ്പൂർണ്ണ മനുഷ്യരാണ് ഔലിയാക്കൾ. ഈ അർത്ഥത്തിലാണ് നമ്മുടെ റാത്തീബുകളിൽ നാം ചൊല്ലാറ് ലാ മൗജൂദ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഹാ ഹീ ഹുവ ഹും അല്ലാ. അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല, അവനല്ലാതെ ഇലാഹില്ല. അറിഞ്ഞുകൊള്ളുക, ആണാവട്ടെ പെണ്ണാവട്ടെ ജനക്കൂട്ടമാവട്ടെ എല്ലാവരും അള്ളാഹുവിൻ്റെ ചൈതന്യമാണ്. അള്ളാഹുവിൻ്റെ സത്തക്ക് തെളിവാണെല്ലാം. ഇതാണ് ഫനായുടെ 3 ദശകൾ. ഈ ഫനായിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആണ് പെണ്ണ് ജനക്കൂട്ടമൊന്നുമില്ല, ഒക്കെ അല്ല. പിന്നെ ഇതന്നെയാണ് ഇതന്നെ വഹരത്തുമാല വ്യാഖ്യാനം. ഇതൊന്നും സമസ്ത തള്ളാൻ പറ്റൂല. വഹരത്തുമാല വ്യാഖ്യാനത്തിൽ എന്താ പറയണോ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് പിന്നെ അള്ളയാണ്. അപ്പോൾ ഷെയ്ഖു അള്ളി എന്തായി ഒന്നായി. ഇനി ഇവരെ മുസ്തഫൽ ഫൈസി ഈ ത്രിമാന തീർത്തെന്നുള്ള പുസ്തകം എഴുതിയ എന്തിനാ, വെറും സൂഫിസം പഠിപ്പിക്കാനാണ്. വെറും സൂഫിസം എല്ലാത്തിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം പിന്നെ സംസാരിച്ചത് അള്ളയാണ്. മൂസാ നബിൻ്റെയും അള്ളാൻ്റെയും ഒന്നാക്കി മാറ്റി. ജുബയിലുള്ളതും അല്ല, ജുബക്കകത്തുള്ളതും അല്ല, ഞാനും അല്ല, എന്തൊക്കെ ഇതിലുള്ളവരും. അപ്പോൾ ഇത്തരം പിന്നെ ഈ കേടായ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഈ തസവുഫിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് തിരിച്ചടിയായി എന്ന് ഉറപ്പാണ്. അതിൽ 2 രൂപത്തിൽ ഇപ്പോൾ തിരിച്ചടിയിട്ടുണ്ട്. അല്ല, 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒന്ന് ഈ തസവുഫിൻ്റെ ഒരു തീവ്രമായ തലം, ആ തലം പറഞ്ഞൊരു ടീം ഇപ്പോൾ പുറത്തുപോയി. ആ പുറത്തു പോയപ്പോൾ മുമ്പ് ഇവരെന്തൊക്കെയായിരുന്നോ പറഞ്ഞു വെച്ചത്, ആ പറഞ്ഞു വെച്ചതൊക്കെ അവർക്ക് തെളിവായി. അപ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് ഇത് വിശ്വസിച്ച ആളുകളൊക്കെ അവരെ കൂടെ പോയി. രണ്ടാമത്തത്, ഇപ്പോൾ സമഗ്ര ഇസ്ലാമിൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ തസവുഫിൻ്റെ പിന്നാലെ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോഴിക്കോട് ഈ തനിമ കലാസാഹിത്യവേദി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, ഇതുവരെ ഒരു സാഹിത്യവേദിയാണ്, ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. കാര്യമായിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇബ്നു അറബിയുടേത് ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ തെളിവുകളും മറ്റൊക്കെ പലതും ഉദ്ധരിച്ചിരുന്നത്. അപ്പോൾ ഒരു സൂഫി സംഗീതം, അതുപോലെ സൂഫി നൃത്തം, ആ ഒരു ലോകത്ത് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തസവുഫ് എന്നുള്ള സാധനം അത് നമ്മളതാണ് എന്നുള്ളത് പണ്ടേ പറഞ്ഞു വെച്ചതുകൊണ്ട് ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കുറച്ചും കൂടി എളുപ്പം ഒരു പാലം കിട്ടുകയാണ്. കാരണം അത് ഒന്ന് അഷ്അരികളാണ് ജമാഅത്തെ ഇസ്ലാമികൾ. അപ്പോൾ അഷ്അരി എന്നുള്ള നിലക്ക് സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. രണ്ടാമത്തെ ഈ സൂഫിസം കൂടി ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തതോടുകൂടി മൊത്തം സമസ്തഞ്ഞ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയിലേക്കും മറ്റത് തീവ്ര സൂഫികളിലേക്കും മാറുന്നതോടു കൂടി ഇവിടെ കുത്തൊഴുക്ക് വല്ലാതെയുണ്ട് എന്ന് നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സൂഫി സംഗീതവും മറ്റാളുടെ ബോധമില്ലാത്ത പറഞ്ഞ തുള്ളലൊക്കെ എന്താക്കുന്നത് ഇപ്പോൾ ചർച്ചയ്ക്ക്. നമുക്ക് ഇവരോട് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഈ സഖാഫി അടക്കമുള്ളവരോട് പറയാനുള്ളത്, സമസ്ത മുഷാവറ മൊത്തത്തിൽ നട്ടം തിരിയും മുമ്പ് എന്ത് ചെയ്യട്ടെ, അതിനുള്ള നടപടികൾ എടുത്ത് പോകട്ടെ എന്നുള്ളതാണ്. പ്രമാണത്തിലേക്ക് മടങ്ങി വന്ന് അവർ ഇതൊക്കെ ഉൾക്കൊള്ളട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. തീർച്ചയായും. പിന്നെ ഇവിടെ ഈ തസവുഫ് അല്ലെങ്കിൽ സൂഫിസമൊക്കെ ബന്ധപ്പെട്ടിട്ടേ വേറൊരു വശമുള്ളത്, പൂർവികരായ അഹ്ലുസുന്നയുടെ വലിയ നേതാക്കന്മാർ, ഇമാമുമാർ, അവരൊക്കെ ഇതിനോട് ചേർത്ത് കെട്ടി പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഹസൻ ബസരി റഹിമുള്ള, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലി, ഇമാം മാലിക് റഹിമുള്ള. ഇപ്പോൾ ഇതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ സഖാഫിയുടെ സംസാരത്തിൽ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത് ഇമാം മാലിക്
തസവൂഫും വേണം, അതുപോലെ തന്നെ തഫക്കുഹും വേണം. ഇതിൻ്റെ രണ്ടും കൂടി ചേർന്നാലാണ് ദീന കണ്ട് ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നേ ഉള്ള ഒരു ആശയമാണ് തസവൂഫ്. ഇവരുടെയൊക്കെ അംഗീകാരമുള്ള, ഇവരൊക്കെ ഭാഗമായ എന്തോ ഒന്നാണ് തസവൂഫ്, സൂഫിസം എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്കാണെങ്കിലും സമസ്തക്കാണെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് ഖൈറുന്നാസി ഖർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ നൂറ്റാണ്ട്, അതല്ലെങ്കിൽ ഏറ്റവും ഉത്തമ തലമുറ എൻ്റെ തലമുറയാണെന്ന് നബി പറഞ്ഞു. പിന്നീട് അതിനോട് തൊട്ടടുത്ത തലമുറ, അതിനോട് തൊട്ടടുത്ത തലമുറ. ഈ ആദ്യത്തെ 3 തലമുറ അല്ലെങ്കിൽ 3 നൂറ്റാണ്ട് എടുക്കുക, തലമുറ അല്ല, 3 നൂറ്റാണ്ട് തന്നെ എടുക്കുക. ഈ 3 നൂറ്റാണ്ടുകളിൽ എവിടെയും ഈ തസവുഫ് എന്നോ സൂഫിസ് എന്ന് പറഞ്ഞാൽ സൂഫിയത്ത് എന്ന് പറയുന്ന പദപ്രയോഗങ്ങൾ ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ലോകത്ത് അങ്ങനത്തെ ഒരു ചർച്ച തന്നെ ഇല്ല, ചർച്ചയില്ല. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫത്താവയിൽ ഈ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത്. അതായത് അമ്മ ലഫ്ദു അസ്സൂഫിയ ഫഇന്നഹു ലം യകുൻ മഷ്ഹൂറൻ ഫിൽ ഖുറൂനി സലാസ വഇന്ന മഷ്തുഹിറ അത്തകല്ലുമു ബിഹി ബഅദ ദാലിക്. അഥവാ സൂഫിയത്ത് എന്നുള്ള ഈ പദപ്രയോഗം ഈ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ അങ്ങനത്തെ സംഭവം എന്തല്ല, അത് പ്രസിദ്ധമായിരുന്നില്ല. അത് പ്രസിദ്ധമായി തുടങ്ങിയത് എപ്പോഴാണ്? ഈ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നാണ്. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ആളുകൾ സഹാബിമാരെന്ന് പറയാറുണ്ടായിരുന്നു, മുസ്ലിമീങ്ങളെന്ന് പറയാറുണ്ടായിരുന്നു, മുഅ്മിനീങ്ങളെന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ബദറിൽ പങ്കെടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ബദരി എന്ന് പറയും. അതുപോലെ തന്നെ ബൈഅത്തിൽ അഖബയിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ അവർ ആ നിലക്ക് അസ്ഹാബുൽ ബൈ എന്ന് പറയും. പിന്നെ മറ്റുള്ള ആളുകൾ സഹാബിമാരുടെ ശിഷ്യന്മാരെ താബീങ്ങളെന്ന് പറയുക എന്നല്ലാതെ ഈ രൂപത്തിലുള്ള സൂഫികൾ എന്നുള്ള പദപ്രയോഗങ്ങളോ മറ്റൊന്നും ആ കാലഘട്ടത്തിൽ മഷ്ഹൂറായിരുന്നില്ല, പ്രസിദ്ധമായിരുന്നില്ല. രണ്ടാമത്തത് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം മാലിക്കിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞ, അതായത് ആരെങ്കിലും അതാണ്, അതായത് ആരെങ്കിലും സൂഫിയാവുകയും അയാൾ ഫഖീഹാകാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തസന്തക്ക, അവനെന്തായി മാറും, സിന്ദീഖായി തീരും. ഇനി ആരെങ്കിലും ഫഖീഹായി എന്നാലും അതേ സമയത്ത് എന്തായില്ല, തസവുഫ് ഉണ്ടായില്ലെങ്കിൽ അവ തഫസ്സക്ക, അവനെന്താക്കി ഫാസിഖായി എന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു എന്നാണ്. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞതായിക്കൊണ്ട് ആ സാധനം ഒരു സ്വഹീഹായ സനദിലൂടെ ഇമാം മാലിക്കിലേക്ക് എത്തൂല. നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇമാം മാലിക് റഹിമഹുല്ലയുടെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ്. ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്തയിൽ ഈ പദപ്രയോഗം ഏതായാലും ഇല്ല. എന്നാൽ മാലിക്കി മദ്ഹബിലെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ ചില ഗ്രന്ഥകാരന്മാർ ഇമാം മാലിക്കിൻ്റെ പേരിൽ ഇങ്ങനെ സംഭവം ചേർത്തി പറഞ്ഞു എന്നതൊഴിച്ചാൽ ഇമാം മാലിക്കിൻ്റെ കാലഘട്ടത്തിൽ പോലും ഈ പദപ്രയോഗം അത്ര കണ്ടെന്തല്ല. ഈ നേരത്തെ തസവുഫ്, അതായത് തസവഫ എന്ന് പറഞ്ഞ പദപ്രയോഗങ്ങളൊന്നും അതില്ല, അങ്ങനത്തെ ഒരു പ്രയോഗങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറഞ്ഞ ഇമാം മാലിക്കിലേക്ക് അത് ചേർത്തി പറയാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു രേഖയും ഇല്ല എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യഥാർത്ഥ ഹസൻ ബസരി റഹിമുള്ളനെ പോലെയുള്ള ആളുകളെ സൂഫി എന്നും അതുപോലെ തന്നെ ഇവരൊക്കെ സൂഫി എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ ഇന്ന് കാണുന്ന ഈ സൂഫിയത്ത് നേരത്തെ മുസ്തഫായി പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തലം ഷിയാക്കൾ പുറത്തു കൊണ്ടുവന്നതാണെങ്കിൽ, രണ്ടാമത്തത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജൈനമതം, ബുദ്ധമതം പോലെയുള്ള മതത്തിൽ നിന്നും സ്വാധീനമുണ്ടായിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാക്കി തീർത്തൊരു മറ്റൊരു തലം കൂടി ഇതിനുണ്ട്. ഇപ്പോൾ ഈ സൂഫികളും ഈ ബുദ്ധന്മാരും അതുപോലെ തന്നെ സൂഫികളും ജൈനന്മാരും സംഗമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഈ ഫനാവും അതുപോലെ തന്നെ നിർവ്വാണം എന്ന് മറ്റേ ഇതിലൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇവരെ ഒന്നിച്ച് ഒരേ ലൈനിൽ പോകുന്ന ആൾക്കാരാണ്. അതെ, അലിയുന്ന രീതികൾ. ഇത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നൊരു പുതിയ മതം എന്ന് വേണമെങ്കിൽ എന്താക്കുക, ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൗഫിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമുള്ള കാര്യം അല്ല. ഇവിടുത്തെ അദ്വൈത വിശ്വാസികൾ അതുപോലെ തന്നെ മറ്റു ചിന്താഗതിക്കാരെന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇവരും പറയേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു തസവുഫ്, അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിക്കൊണ്ട് തസവുഫ് വരുന്നത് വളരെ പിൽക്കാലത്താണ്. ഹസൻ ബസരി റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഇനി ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് വെക്കുക ഉണ്ടെങ്കിൽ തന്നെ അതിനെ അവർ സുഹുദ്, അത് അറബി ഭാഷയിൽ സുഹുദ് അഥവാ അതൊരു ദുനിയാവിനോടൊരു വിരക്തിയുള്ള ആളുകളായി ജീവിച്ച കുറേ മനുഷ്യന്മാരുണ്ട്. അതായത് നിസ്കാരം,
നോമ്പ്, ഇങ്ങനെ ഒരു ഇബാദത്തിൻ്റെ ലോകത്ത് ഇങ്ങനെ കൂടിയ കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു. അവർ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ വലിയ നൽകിയിട്ടുണ്ടായിരുന്നില്ല, വലിയൊരു പ്രാധാന്യമൊന്നും നൽകാതെ ജീവിച്ച മനുഷ്യന്മാരായിരുന്നു. അങ്ങനത്തെ ആളുകളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി പിൻഗാമികളായി വന്ന ആളുകൾ പിന്നീട് എന്താക്കിയിട്ടുണ്ട്, ഈ സൂഫി എന്നുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ജദുബിൻ്റെ ഹാലിലേക്ക് എത്തി നിൽക്കാറില്ലാതെ, നോമ്പില്ലാതെ, സക്കാത്ത് കൊടുക്കാതെ, ഭാര്യനെ സോപ്പ് ചോദിച്ചതിൻ്റെ പേരിൽ തൊലാക്കലിന് അവസ്ഥയ്ക്കെത്തിയ സൂഫികളല്ല അത്. അങ്ങനെ അവരെ സൂഫികൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സാഹിദ് എന്ന പദത്തിൻ്റെ ഒരു പര്യായം എന്നുള്ള നിലക്ക് പ്രയോഗിച്ചു എന്നല്ലാതെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള, ഇന്ന് സൂഫിയായാലല്ല സുഖമാണ്, കഞ്ചാവ് അടിച്ചടക്കുക, ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ പഠിപ്പിച്ചത് കഞ്ചാവ് വലിക്കേണ്ടത് കണ്ടാൽ കഞ്ചാവാണെന്ന് വിചാരിക്കരുത്, കള്ള് കുടിക്കേണ്ടത് കണ്ട പാലാണ് നിങ്ങൾ വിചാരിച്ചോളണം എന്നാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറും. കാരണം അദ്ദേഹം അള്ളയാണ്, അത് പാലുണ്ടാക്കിയതും അള്ളയാണ്, കള്ളുണ്ടാക്കിയതും അള്ളയാണ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് നഅൂദുബില്ലാ, ഈ രൂപത്തിലുള്ള വാദങ്ങളാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ മുഴുവനും ഈ സൂഫിയത്തിൻ്റെ പിന്നാലെ പോയി ഇവിടുത്തെ എന്താണ് പറയുക, ഇന്ന് കേരളം മൊത്തത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരർത്ഥത്തിൽ എന്താ പറയുക ലഹരി, ഈ ലഹരിയിലേക്ക് വരെ ഈ തസവുഫിൻ്റെ പേരിൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് ഉള്ള ഒരു സൂഫിയത്തിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ സൂഫി എന്നുള്ള പദപ്രയോഗമൊന്നല്ല ഹസനുൽ ബസരി റഹിമഹുല്ലാഹിനെ പോലെയുള്ള ആളുകളെക്കുറിച്ച് മുൻഗാമികൾ ആരെങ്കിലും അല്ല പിൻഗാമികളായിട്ടുള്ള ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ എന്താക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു രണ്ട് വരി ഇപ്പോൾ ഷബീർ സലഹി പറഞ്ഞല്ലോ, അതായത് ഖൈറുൽ ഖുറൂനിൽ ഇതില്ല. ശരിക്കും ഖൈറുൽ ഖുറൂനിൽ ഉണ്ടോ ഇല്ലേ നോക്കേണ്ട പണി സമസ്തക്കില്ലല്ലോ. ഒരു നോക്കാത്ത ആളുകളാണ്. ഏത് വിഷയത്തിലും ഇപ്പോൾ ഖൈറുൽ ഖുറൂനിന് നോക്കിയിട്ടല്ല സമസ്ത പോകുന്നത്. രണ്ട്, ഇമാം മാലിക്കിലേക്ക് റഹിമഹുല്ലയിലേക്ക് ചേർക്കപ്പെട്ടതായിട്ട് ഇതില്ല. അതും അവർക്ക് പ്രശ്നമല്ല. കാരണം ഉദ്ധരിക്കപ്പെട്ടു, പറയപ്പെട്ടു, സ്വപ്നത്തിൽ കണ്ടു, ഇങ്ങനത്തെ ചിന്താഗതിയിലൂടെ പോകുന്ന ആളുകൾക്ക് ഇമാം മാലിക് റഹിമഹുല്ല അങ്ങനെ പറഞ്ഞോ ഇല്ലയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതെ, അവർ കിട്ടിയത് അങ്ങനെ വയത് പറഞ്ഞു വിടുന്നല്ലാതെ ഈ മുസ്ലിയാക്കന്മാർക്ക് എന്തില്ല, പരിശോധനാ ശൈലിയൊന്നും ഇല്ല. അതല്ല, സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ ഇത് കേട്ടിട്ട് എന്താവും, മാലിക് ഇമാമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാർക്കിടയിൽ ഇവരുണ്ടാക്കി തീർക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ. അത് നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞേ ഇവിടുന്ന് ജമാഅത്ത് ഇസ്ലാമിയിലേക്കും അതുപോലെ തന്നെ ഈ തീവ്ര സൂഫി മാർഗത്തിലേക്കൊക്കെ ഉള്ള ഒഴുക്ക് പോലെ തന്നെ വേറൊരു സംഗതിയും കൂടി ഉണ്ട്. നമുക്കൊക്കെ നേരിട്ടുള്ള അനുഭവങ്ങൾ കൂടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈ ഒരു സമസ്തയുമായി ഒരു അനുഭവത്തിലും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരൊക്കെ ആയിട്ട് തന്നെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ അവർ ഒരു ശരിയായ പോക്കല്ല പോകുന്നത്. നമ്മുടെ നേതൃത്വവും അതുപോലെ തന്നെ പണ്ഡിതന്മാരെയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മുദബ്ബിറുൽ ആലം ആ പ്രയോഗങ്ങളും അതുപോലെ മടവൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ കുറേ സംഭവവികാസങ്ങളിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രത്യേകിച്ച് യുവാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ സംഗതികളൊക്കെ നമുക്ക് ഫോണിൽ കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, തെളിവുകളും മറ്റൊക്കെ തേടിപ്പിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു നിലയിലേക്കുള്ളൊരു മാറ്റവുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷറും ഇതിലുണ്ട് ഈ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു പ്രഷറിൻ്റെ അപ്പുറത്ത് ഇവരെ ഒരു ശരിക്കുള്ള ഒരു ആത്മവിചിന്തനത്തിലേക്ക് വരികയാണ് വേണ്ടത്. നമ്മളെവിടെയാണ് നിൽക്കണമെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരികയാണ് വേണ്ടത്. അള്ളാഹു അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.